അച്ഛനെ വിളിച്ച സിറ്റുവേഷനിൽ ആള് സോറി പറഞ്ഞിട്ടുണ്ട് പുള്ളി. അത് നമ്മുടെ സൈഡിൽ നിന്നുള്ള മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ കൂടെ നിന്നിട്ട് അണ്ണാന്ന് വിളിച്ചിട്ട് മാറി നിന്ന് കുണ്ണവണ്ണാന്ന് വിളിക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒന്നും അവര് ചെയ്തിട്ടില്ല ഇതുവരെ. അവര് ചെയ്തിട്ടില്ല, അവരുടെ സൈഡിൽ നിന്ന് അങ്ങനെ അറിയില്ല. അപ്പം പുള്ളി പറഞ്ഞതിനൊരു സോറി പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പം നീ അവരുടെ മുമ്പിൽ വെച്ച് അത് അങ്ങനെ പറഞ്ഞതിന് അവരുടെ അടുത്തും ഒരു സോറി പറഞ്ഞേരെ. അണ്ണ സത്യമായിട്ട് വാസണ്ണ ഞാൻ സോറി പറയലാണ്. കാരണം ഇമാര് ഇത് ഇന്നൊന്നുമല്ലാണ്, ഇത് നീഗന്റെ സിറ്റുവേഷൻ, കണ്ണാപ്പിയുടെ സിറ്റുവേഷൻ, എല്ലാരും വന്നിട്ട് അങ്ങനെ ഞാൻ അങ്ങനെ പറയണല്ല, എല്ലാരും വന്നിട്ട്. ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിസി ട്രോൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് വാസുണ്ണൻ്റെ കൂടെയാണ്. കഴിഞ്ഞ ദിവസം TVA വേഴ്സസ് ATX തമ്മിൽ ചെറിയൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ സിറ്റുവേഷന് കാരണം എന്ന് പറയുന്നത് TVA ബോബും അതുപോലെ തന്നെ ATXിലെ കുറച്ച് മെമ്പേഴ്സും തമ്മിലുള്ള ഒരു ചെറിയൊരു ഇഷ്യൂസ് ആയിരുന്നു. അപ്പോൾ ആ ഇഷ്യൂസ് സംസാരിക്കാനായിട്ട് വാസുണ്ണനും അതുപോലെ തന്നെ TVA മെമ്പേഴ്സ് എല്ലാവരും അതുപോലെ തന്നെ ATXിലെ എല്ലാവരും കൂടിയിട്ട് സാൻഡിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ റിയാക്ഷനാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വാസുണ്ണൻ്റെ കിക്കിൻ്റെ ലൈവിൻ്റെ ലിങ്ക് ഉണ്ട്. ഇതുവരെ കിക്കിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഫോളോ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഏതായാലും വീഡിയോ ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഈ സിറ്റുവേഷനിൽ എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് രണ്ട് കാര്യങ്ങൾ അറിയേണ്ടതുള്ളൂ. കണ്ണാപ്പി പറഞ്ഞു അവൻ കേട്ടോണ്ടിരിക്കാനായിരുന്നു. ഒന്ന് സംസാരിച്ചു വന്നപ്പോ എന്നെ തോക്കെടുത്ത് അടിച്ചിട്ട്, രണ്ടാമത് ഞാൻ ചത്ത് കിടന്നപ്പോ അവന്റെ അച്ഛനെ പോയി വിളിക്കുണ്ടാന്ന് അവന്മാര് പറഞ്ഞു. അണ്ണ എന്നെ ഒരാളെ ഫ്രണ്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോ അതല്ലേ എനിക്കറിയാനുള്ള പേര്. ഇപ്പൊ സരക്ക് എന്നാണ് അണ്ണ സരക്കെന്ന് വിളിച്ചത്. അണ്ണ എന്നോട് അണ്ണ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും കുണ്ടാ വിട് പ്രശ്നം വിടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പേരറിഞ്ഞൂടല്ലോ. അപ്പൊ ഞാൻ കുണ്ടംബ്രോ എന്നാണ് പറഞ്ഞ. കുണ്ടാണ് നല്ല പേര് ഇങ്ങനെ തന്നെ ഞാൻ സംസാരിച്ച. കുണ്ടാണ് നല്ല പേര് അറിഞ്ഞിട്ട് പേരെന്ന് പറയുന്നുമ്പോ എന്നെ വെടിവെച്ച്. ബാക്കി എനിക്ക് സരക്ക് രായനും ബോബും മാത്രം എന്റെ കൂടെ വാ. ബാക്കിയുള്ളവർ ബാക്കിലിടന്നേ. ഹലോ, കേക്കാവോ ബ്രോ? കേക്കാം. സൗണ്ട് ഒന്ന് കൂട്ടിയിട്ടോ, കേൾക്കുന്ന ഭയങ്കര കുറവാ. അല്ല, ഇത് ബ്രോ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പം നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കണം ഒന്നത്തെ കാര്യം വിഷമമുണ്ട്. അത് അറിയാലോ, നിങ്ങൾക്കാണേലും അറിയാം. ഇപ്പം ഇത് എന്താണ് ഈ സിറ്റുവേഷനിൽ ഉണ്ടായിരുന്ന രണ്ടാൾക്കാരോടൊന്ന് വിളിക്കും. ഇപ്പൊ ഇവനാണ് സിറ്റുവേഷനിൽ ബ്രോ. ഇവനിപ്പോ ഇവന്റെ സൈഡ് ഇപ്പൊ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത്. ബ്രോയുടെ സൈഡ് എന്താണെന്നൊന്ന് ഞങ്ങളുടെ അടുത്ത് ഒന്ന് പറയോ? ഓക്കെ, നമ്മള് BM ആയിട്ട് സംസാരമായിട്ട് നിൽക്കുകയായിരുന്നു ഡ്രസ് ഷോപ്പിന്റെ സൈഡിൽ. അപ്പൊ നമ്മുടെ കുറച്ച് വണ്ടി അവിടെ ഉണ്ടായിരുന്നു. അറിയാലോ സിറ്റുവേഷനിൽ എത്ര വണ്ടി ഉണ്ടാവുമെന്ന്. അപ്പോൾ ഇതെല്ലാം ഗരേജിനകത്ത് അവിടെ ആ ഒരു ഡ്രസ് ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ കിടക്കുമ്പോൾ ഒരു പെട്രോളിനകത്തൊരു സിറ്റിസൺ വന്ന് എല്ലാം കൂടി ഇടിച്ചങ്ങ് നിരത്തി. അപ്പോൾ നമ്മൾ ചോദിച്ചു എന്താ ഇങ്ങനെ ഇടിക്കുന്നു ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരന് പോകാൻ പറ്റത്തില്ല, ഇതെടുത്ത് മാറ്റിയാലേ പോകാൻ പറ്റത്തുള്ളൂ പറഞ്ഞു. ബ്രോ അപ്പോൾ നമ്മൾ പറഞ്ഞു ബ്രോ അങ്ങ് പൊക്കോ പറഞ്ഞു. അതിലിടിച്ച് രണ്ടുപേരെ കൊന്നിട്ട് അങ്ങ് പോയി. അപ്പോൾ നമ്മളെ വണ്ടിക്ക് അങ്ങ് ഫയർ ചെയ്തു. ഒരു മിനിറ്റ് ഞാൻ ഓരോന്നായിട്ട് ക്ലിയർ ചെയ്തു. അപ്പോൾ നിങ്ങളുടെ കൂടെ കണ്ണാപ്പി വന്ന് ആരോ വന്ന് സംസാരിച്ച് സോൾവ് ചെയ്തു. നമ്മൾ വിട്ട് അവൻ്റെ അടുക്ക പറഞ്ഞു നമുക്ക് കുഴപ്പമൊന്നുമില്ല പറഞ്ഞ സിറ്റുവേഷൻ വിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ദാമു ഒക്കെ ആയിട്ട് സംസാരിച്ചിരിക്കുകയായിരുന്നു ഡ്രസ് ഷോപ്പിന്റെ ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ വീണ്ടും വന്ന് ആ കാര്യവും പറഞ്ഞ് എന്തിനാ ഇടിച്ച് ഓൾറെഡി കോംപ്രമൈസ് ആയ സിറ്റുവേഷൻ വീണ്ടും വന്ന് പറഞ്ഞോണ്ട് ഞാൻ കോംപ്രമൈസ് ആക്കില്ല. എന്നെ നിങ്ങൾ പിറ്റ് ചെയ്ത് ബ്രോ ഞാൻ പറയട്ടെ. ബ്രോയുടെ കൂടെ ഉണ്ടായിരുന്ന കണ്ണാപ്പിനെ വിളിച്ച പുള്ളിക്കാരനെ അറിയായിരിക്കും. പുള്ളിക്കാരനെ പറഞ്ഞേ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാണെന്ന് പറഞ്ഞത് സോൾവ് ആക്കി വിട്ടാണ്. പിന്നെയാണ് ഈ പുള്ളിക്കാരൻ വീണ്ടും വന്നേ. നിന്റെ അടുത്ത് വന്ന് അവര് സോൾവ് ചെയ്ത് സംസാരിച്ചായിരുന്നു അവര്? എന്റെ അടുത്ത് ഒന്നും സംസാരിച്ചില്ല. ബ്രോ ഇയാളല്ലേ മറ്റേ കണ്ണാപ്പി എണ്ണീറ്റോടാ. സിറ്റിന്ന് ഇറങ്ങിയോ? കണ്ണാപ്പി ഇങ്ങോട്ട് വന്നേ.
ഇങ്ങോട്ട് വന്ന് ഡ്രാഗൺ സ്റ്റാർട്ടിങ് ഡ്രാഗൺ നമ്മുടെ എടാ കണ്ണാപ്പി ഇവര് പറയണ ഒന്ന് കേട്ടെ. ബ്രോ ഫസ്റ്റ് ഈ പുള്ളിക്കാരൻ വന്ന് നമ്മുടെ വണ്ടിക്ക് ഇടിച്ചപ്പോ ബ്രോ അല്ലേ വന്ന് പറഞ്ഞ ബ്രോയുടെ കൂട്ടത്തിലുള്ള ഒരാളാണ്. ഞാൻ പറയാം നമ്മുടെ അടുത്തുള്ള ആളാ ബ്രോ, അറിയാതെ ഇടിച്ചിട്ട് ഇവരെന്തോ സിറ്റുവേഷനിൽ നിൽക്കുമായിരുന്നു. അപ്പൊ ഞാൻ വന്ന് പറഞ്ഞു സോറി ബ്രോ, അത് അറിയാതെ ഇടിച്ചിട്ട് ഞാൻ സോറി പറയാന്ന് പറഞ്ഞു. ഞാൻ സോറി പറഞ്ഞു, അത് കഴിഞ്ഞായിരുന്നു അവിടെ വെച്ച് കഴിഞ്ഞാൽ. അത് നമ്മള് സംസാരിച്ചത് അവിടെ വെച്ച്. അത് ഒരാൾ ഇവരെന്തോ സിറ്റുവേഷന് പോകാൻ നേരം ഇവരുടെ കൂടുതൽ ഒരാളെ ഇടിച്ചു കൊന്നത്. പിന്നെ എങ്ങനെയാണ് ഇത് വീണ്ടും ഇത് സോറി പറഞ്ഞ് നിങ്ങളെ അവിടെ നിന്ന് വിട്ടെങ്കിൽ പിന്നെ എങ്ങനെയാ വീണ്ടും ഇത് സിറ്റുവേഷൻ ആയ? നമ്മളല്ല പുള്ളിക്കാരൻ പോയി അവിടെ. ഞാൻ പോയതല്ല, എന്നെ പിറ്റ് ചെയ്ത് മുതുക്കി ബീച്ചിന്റെ അവിടെ കൊണ്ട് വണ്ടി മറിച്ചിട്ടാണ്. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് വണ്ടി നോക്കി തിരിച്ചു വന്നിട്ടാണ് കണ്ണാപ്പി വിളിച്ചോണ്ട് വന്നത്. അപ്പൊ കണ്ണാപ്പി പറഞ്ഞു ബോബയെ സംസാരിച്ചു. ഞാൻ പറഞ്ഞ അളിയാ എന്തിനാണ് പിറ്റ് ചെയ്തത്? ഇവര് ഇടിച്ചിട്ട് പോവാൻ പറഞ്ഞാണ് ഞാൻ ഇടിച്ചെടുത്തിട്ട് പോയത്. ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു ബ്രോ എനിക്ക് പോകണം, എനിക്ക് പോകാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ വണ്ടി വളച്ചപ്പോഴാണ് ഇവരെ വണ്ടി കയറി തട്ടിയത്. അല്ല ഞാൻ അവിടെ ഒന്ന് മൊത്തം വണ്ടി ഇടിച്ച് മറിച്ചിട്ട് എന്റെ പേരെന്തരി? ഞാൻ ആര്? ഞാൻ ബ്രോ എനിക്ക് വണ്ടി ഒന്ന് മാറ്റി തരും, ഈ ഹെലി ഇവിടെ ഇട്ട് എനിക്ക് പോണ്ടേ ബ്രോ എന്ന് ചോദിച്ചോ പറഞ്ഞ് ബ്രോ അത് മാറ്റാൻ പറ്റില്ല, സിറ്റുവേഷൻ ആണ് എന്റെ മാറ്റാൻ പറ്റില്ല. ഞാൻ റേഡിയോ കോള് കാരണം പിറ്റി ഞാൻ എത്ര കോള് തന്നെ മുതുക്കിലോട്ടോ വന്നു. ഇമാർ എന്നെ പിറ്റ് ചെയ്ത് മുതുക്കി ബീച്ചിൽ കൊണ്ടിട്ട് ഞാൻ ഇമാരടുത്ത് പറഞ്ഞാണ് ബ്രോ വണ്ടി മാറ്റിയില്ലെങ്കിൽ ഇടിച്ച് കളഞ്ഞിട്ട് പോകേണ്ടി വരും. ഇമാർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ബ്രോ ഒന്ന് ഇടിച്ച് കളഞ്ഞിട്ട് പോകാൻ പറഞ്ഞു. പിന്നെ വണ്ടിയും കൊണ്ട് അവന്റെ തോന്നുന്ന സ്ഥലത്ത് ഇട്ടിട്ട് ഞാൻ ബ്രോ എനിക്ക് പോവാന്ന് വണ്ടി മാറ്റി വെച്ചപ്പോ ഇല്ലാന്ന് പറഞ്ഞാൽ ഈ വണ്ടി ശരിക്കും എവിടെ റോഡിലാണോ ഇത് എവിടെ ഗ്യാരേജിൽ മറ്റേ ഡ്രസ് ഷോപ്പിന്റെ ഫ്രണ്ടിൽ നിറച്ച് വണ്ടി ഇട്ടിട്ടുണ്ടോ? ഒരു വണ്ടി വളച്ച് പോകാനുള്ള സ്ഥലം ഇല്ല അവിടെ. ബ്രോ ന്യായമായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നല്ലോ. ലൈക്ക് മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറെ നേരമായിട്ട് ഇവനെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ അവിടെ നിൽക്കുമായിരുന്നു. ഞങ്ങൾ മുതുക്കിൽ നിൽക്കുമായിരുന്നു കുറേ നേരമായിട്ട്. നിങ്ങളടുത്ത് ഇന്റൻഷനലി വള്ളി പിടിക്കേണ്ട ഒരു ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇല്ലായിരുന്നു. നമ്മൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ഇവൻ എന്നോട് ഇപ്പം വരും എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ വിളിക്കുമ്പോൾ 5 മിനിറ്റ് എണ്ണ ദാ വരുന്നു ഇവിടെ പെട്ടിക്ക് ഡ്രസ് ഷോപ്പിലുണ്ടെന്ന് പറഞ്ഞിട്ടിരിക്കുമായിരുന്നു. അപ്പം അന്നേരം വണ്ടി മാറ്റി കൊടുത്തില്ല എന്നുള്ളൊരു കാര്യമാണ് മെയിൻ ആയിട്ട് പറയണത്. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പം ഇവർ പറയണ കേസ് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ മെയിൻലി ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ വീണ്ടും സംസാരം ആയപ്പോഴത്തേക്കിന് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ കുണ്ടാന്നാണ് മറ്റുള്ളവരെല്ലാവരും ഇവരുടെ മുമ്പിൽ വെച്ച് വിളിച്ചുകൊണ്ടിരുന്നത്. അവനും അപ്പം തന്നെ കുണ്ടൻ ബ്രോ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ പറഞ്ഞെന്ന് പറ്റിയ പേരാണ് എന്ന് പറഞ്ഞപ്പോഴാണ് കുണ്ടാൻ നിന്റെ തന്തയെ പോയി വിളിക്കണം എന്തോ പറഞ്ഞു. അങ്ങനെയല്ല, അടിച്ച് വാണിംഗ് ഫയർ അടിച്ച് കണ്ണാപ്പി കണ്ടോണ്ടിരിക്കുന്നത്. എന്നിട്ട് ഞാൻ കണ്ണാപ്പി എൻ്റെ അടുത്ത് പറഞ്ഞു ചത്തതിന് ശേഷം എന്റെ തന്തയെ വിളിച്ചെന്ന്. എന്റെ തന്തയെ വിളിച്ച് അവന്റെ തന്തയെ പോയി വിളിക്കടാ കുണ്ടാനുള്ള സ്കീം പറഞ്ഞു. മനസ്സിലാ? ഇനിയിപ്പോ ചോദിച്ചു കഴിഞ്ഞാൽ ഇമാരും സമ്മതിക്കാൻ പോലെ നേരത്തെ വെടിവെച്ചായിരുന്നു ബ്രോനെ വിളിച്ചു നോക്കി. ബ്രോ ആ ഡ്രസ് ഷോപ്പിന് പോവാൻ വേറൊരു വഴിയുണ്ട്, 2 എൻട്രൻസ് ഉണ്ട് ആ ഡ്രസ് ഷോപ്പിന്. ബ്രോ ഡ്രസ് ഷോപ്പ് ATX-ന്റെ വകയാണോ ബ്രോ? അല്ലല്ല, നിൽക്കുമ്പോ നമ്മൾ അവിടെ സഹകരിക്കാന്നുള്ളൊരു മാന്യതയാണ്. ബ്രോ നിക്ക്, നമ്മളൊന്ന് പറയട്ടെ ബ്രോ. അല്ലല്ല, ഞാൻ ക്ലിയർ ചെയ്യാം. നിങ്ങളൊന്ന് സംസാരിച്ചിട്ട് ബ്രോ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. അവിടെ നിങ്ങളുടെ ആരുടെ സ്ഥലമല്ല, എന്റെ സ്ഥലമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ബ്രോ എനിക്ക് പോണം, ഹെലി മാറ്റിയാലേ പോവാൻ പറ്റുള്ളൂ. മനസ്സിലായി? അപ്പൊ ഞാൻ ചോദിച്ചു ബ്രോ അതെനിക്ക് അറിഞ്ഞൂടാ. ഞാൻ നിങ്ങളെ ഏത് ഗ്യാങ്ങോട്ട് സിറ്റുവേഷൻ ഉണ്ടാക്കി നടക്കണം എന്ന് അറിയാം. എനിക്ക് എന്റെ ഗ്യാങ് മെമ്പേഴ്സിനെ കാണാൻ പോണം, എനിക്ക് എന്റെ ലീഡറിനെ കാണാൻ പോണം. അപ്പൊ എനിക്ക് പോയേ പറ്റൂ. അപ്പൊ നിങ്ങൾ ഇനി ഏത് ഗ്യാങ്ങോട്ട് അടിയാണെന്ന് തിരക്ക് നടക്കേണ്ടതല്ല എന്റെ ജോലി. ബ്രോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ബ്രോ ഒന്ന് വണ്ടി മാറ്റിത്തോ അല്ലെങ്കിൽ ഇടിച്ച് കളയേണ്ടി വരും പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ ബ്രോ ഒന്ന് ഇടിച്ച് കളയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വണ്ടി എടുത്ത് നേരെ ഇടിച്ച് മാറ്റിട്ട് ഞാൻ പോയി. അപ്പൊ എന്റെ വണ്ടി കിട്ടി വെടിവെച്ചത്. ബ്രോ ഞാൻ ഓൾറെഡി ബ്രോ അപ്പൊ ഒരു സിറ്റിസൺ ആയിട്ടായിരുന്നു. ഓക്കെ ബ്രോ ഞാൻ കാരണത്തിലുണ്ട് ബ്രോ എടുത്ത് വേറെ ആയിരത്തോട് പറഞ്ഞു. അല്ലാതെ നിങ്ങൾ ഇത്ര ഈ നിരന്ന് നിൽക്കുന്ന ഇത്ര പേര് അവിടെ ഇല്ലായിരുന്നു. എന്തായാലും ബ്രോ ഒരു കാര്യം ചോദിക്കട്ടെ ബ്രോ ഒറ്റത്തവണയാണോ വണ്ടീനെ പിറ്റിയത്? ബ്രോ പിന്നെ എനിക്ക് അവിടെ നിന്ന് പോണ്ടേ? എന്നെ മറ്റേ 4 ഒറ്റത്തവണയാണോ പിറ്റിയത്? അല്ല ഞാൻ ഒരു കാര്യം ബ്രോ 8 വണ്ടി നടുക്ക് നമുക്ക് ബ്രോ വെളിയിലിറങ്ങാൻ വേണ്ടി ആള് എടുത്തതിന് മുമ്പേ തൊട്ടേ അവിടെ പിറ്റ് ചെയ്തോണ്ടിരിക്കയോ? അതുകൊണ്ടാണ് ഞങ്ങൾ പോയി ചോദിച്ചത്. എടുത്തതിന് മുമ്പ് എപ്പം പിറ്റ് ചെയ്ത് ഒന്ന് പറഞ്ഞാണ് കേക്കട്ടെ. ബ്രോ ഞാൻ എന്നെ നിങ്ങൾ രണ്ടാമത് പിറ്റ് ചെയ്ത് വെടിവെച്ചതിന് ശേഷം നിങ്ങൾ എന്നെ മുതുക്ക് ബീച്ചിന്റെ അവിടെ കൊണ്ട് ഇടിച്ച് പിറ്റ് ചെയ്തിട്ട് എന്തിനാ അതൊന്നും പറഞ്ഞേ? ഇല്ല, അത് കഴിഞ്ഞപ്പോഴാണ് ഈ പുള്ളിക്കാരൻ പറഞ്ഞ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ
അല്ല ബ്രോ അച്ഛനെ വിളിച്ചത് എന്തിനാണ്? അച്ഛനെ വിളിച്ചത് ബ്രോ അച്ഛനെ വിളിച്ച ഞാൻ പറഞ്ഞുതരാം. ബ്രോ അവിടെ വന്ന് പിന്നെ പറഞ്ഞത് എന്താ പറയുക, ഇവന്മാര് ഫ്രണ്ടിൽ നിന്ന് വരുമ്പോ അണ്ണ വിളിക്കും, ബാക്കിൽ നിന്ന് വരുമ്പോ ഞാൻ നിങ്ങളുടെ അടുത്തല്ല കണ്ണാപ്പി എടുത്ത കണ്ണാപ്പി എടുത്താ പറഞ്ഞ കണ്ണാപ്പി ഇവന്മാര് പണ്ടേ ഉടായ്പാണ്, ഇവന്മാര് നമ്മളെ കാണുമ്പോ അണ്ണാന്നും തിരിഞ്ഞിരിക്കുമ്പോ ഇങ്ങനെ കൂനെ പറഞ്ഞോളൂ. ബ്രോ നമ്മുടെ നിങ്ങളുടെ ഇടയിൽ പറഞ്ഞ ഞാൻ എന്റെ കൂട്ടുകാരന്റെ അടുത്താ പറഞ്ഞേ, ഞാൻ എന്റെ കൂട്ടുകാരന്റെ അടുത്താ പറഞ്ഞേ. കേട്ടില്ലേ ബ്രോ? ആര് അങ്ങനെയല്ല ഇപ്പൊ ബ്രോ ഒരു കൂട്ടത്തിൽ ഇരുന്ന് സൂപ്പർ ബ്രോ, അത് കൊള്ളാം കേട്ടോ. റേഡിയോ കഥ കൊള്ളാം. ബാക്കി പറ കേക്കട്ടെ. കേട്ടില്ല ബാക്കി പറഞ്ഞു. റേഡിയോക്കകത്ത് തന്തക്ക് വിളിച്ചിട്ട് എനിക്ക് തള്ളക്ക് വിളിക്കാറ്, റേഡിയോക്കകത്ത് തള്ളക്ക് വിളിക്കട്ടോ. ബ്രോ ബ്രോ ആണ് പറയട്ടെ. പറയുന്നേ പറ ബ്രോ എന്നെ വിളിച്ച് കുണ്ടാന്നാണോ എന്നോട്? എനിക്ക് ബ്രോയുടെ പേര് കുണ്ടാണെന്നേ അറിയാളൂ. ഒരാളുടെ പേര് അങ്ങനെ ഉണ്ടാവും ബ്രോ. ബ്രോ ഒന്ന് ആലോചിച്ചോ. ബ്രോ നിങ്ങൾ എന്നെ വിളിക്കണേ കുണ്ടാ വിടുന്ന് ബ്രോ തന്നെ നേരത്തെ ഇവനെ വിളിച്ചു. അറിയാവുന്ന ഒരാളെ കൊണ്ടല്ലേ ബ്രോ എനിക്ക് അറിഞ്ഞൂടാ ആളിയാ ബ്രോ. എനിക്ക് ഇങ്ങനെ അച്ഛൻ വിളിച്ച ബ്രോ എന്തിനാ എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ എന്താണ് അതാണ് ഞാൻ ചോദിച്ചത്. അതാണ് നിങ്ങൾ പറയണ ഒരു ലോജിക്ക് ഇല്ല ബ്രോ. നിങ്ങൾ വണ്ടി കൊണ്ടിട്ട് ഞാൻ മാറ്റാൻ പറഞ്ഞപ്പോ മാറ്റൂലെന്ന് പറഞ്ഞു. വെയിറ്റ് മാറ്റൂലെന്ന് പറഞ്ഞു ബ്രോ. അപ്പൊ ഞാൻ പറഞ്ഞു മാറ്റില്ലെങ്കിൽ ഇടിച്ച് കളയേണ്ടിരുന്നു. അപ്പം പറഞ്ഞു ഇടിച്ച് കളഞ്ഞോന്ന് പറഞ്ഞു എന്റെ അടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ശരി ഉണ്ട്. ഇടിച്ച് കളഞ്ഞു പോയ എന്നെയാണ് നിങ്ങൾ വെടിവെച്ചത്. എന്നിട്ട് പറഞ്ഞു തീന്നോട്ടെ നിങ്ങൾ എന്നെ വണ്ടി എടുത്ത് പോയിട്ട് എന്റെ വണ്ടി മറിച്ച് പിറ്റ് ചെയ്തിട്ടിട്ട് ഞാൻ വന്ന് സംസാരിച്ചപ്പോ എന്റെ കോ ലീഡർ സരക്കണ്ണ വന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ കണ്ണാപ്പി എടുത്തോണം. കണ്ണാപ്പി ഇമാര് പണ്ടേ ഉടായ്പാണ്, ഇമാര് നമ്മളെ കാണുമ്പോ അണ്ണാന്ന് തിരിഞ്ഞു നിൽക്കുമ്പോ എന്നേ പറഞ്ഞോളൂ. അപ്പത്തേക്കും ഞാൻ അപ്പൊ നിങ്ങൾ എനിക്ക് പല കാരണങ്ങളാണ്. ഞാൻ എന്റെ ഗ്യാങ് മെമ്പറിനോട് പറഞ്ഞ മനസ്സിലായോ? നിങ്ങളുടെ അടുത്തല്ലല്ലോ ഗ്യാങ് മെമ്പറിന്റെ അടുത്ത് പറഞ്ഞ നിങ്ങളെ അവിടെ ഇന്റൻഷനിൽ ഒരാളെ നിങ്ങളുടെ ഒരാളെ പോലും അവിടെ ചീത്ത വിളിക്കുകയോ അല്ലെ ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ അണ്ണാന്ന് വിളിച്ചിട്ട്. അങ്ങനെ പറഞ്ഞിട്ടാണോ പറയുന്നത്? പറഞ്ഞിട്ടില്ല. അല്ല ഞാൻ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് തന്തയ്ക്ക് വിളിച്ചത് എന്തിനാണെന്നാണ് ബ്രോ. അതാണ് നമ്മൾ ചോദിക്കുന്നത് ചോദ്യം. അല്ല ബ്രോ ഒരു കാര്യം ചോദിച്ചോട്ടെ. ബ്രോനെ ഇപ്പൊ ഒരാൾ കയറി കൊണ്ടാന്ന് വിളിച്ചു കഴിഞ്ഞാൽ ബ്രോന് പൊട്ടൂലേ? എന്റെ ഇപ്പൊ ഞാൻ എന്നെ സരക്കും കണ്ണാപ്പിയും ചുറ്റും നിൽക്കുന്ന സമയത്ത് എന്റെ അടുത്ത് എന്നെ വന്ന് ഇവര് എന്നെ കുണ്ടാന്നാ വിളിച്ചോണ്ടിരിക്കുന്നെങ്കിൽ കേട്ടോണ്ടിരിക്കുന്ന ആളും അതല്ലേ കേട്ട് പഠിക്കുള്ളൂ. കുണ്ടാന്നാണ് വിളിച്ചോണ്ടിരിക്കുന്നേ. ഒറ്റ ഒരാള് ദാമു മാത്രമാണ്. ദാമു നിങ്ങളുടെ കൂട്ടത്തിലുള്ള ദാമുവാണ് പറയുന്നത്. ബ്രോ അതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ കുണ്ടാ വിടുന്ന് പറഞ്ഞ് ഞാൻ വന്നിട്ട് വിളിക്കുന്നുണ്ട് ബ്രോ. അതെന്താ? ഓ പിന്നെ ഞാൻ ഇനി കുറുമ്പാന്ന് നീ ഇവനെ സ്വകാര്യമായിട്ട് വിളിക്കണല്ലേ, ഞാൻ വന്ന് കേട്ടോണ്ടിരിക്കാം. ബ്രോ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തന്തക്കാണ് വിളിച്ച് കളിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മനസ്സിലായി? ATX അങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി ATX അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും തന്തക്കാണ് വിളിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. TV-യിൽ എന്നാൽ അങ്ങനല്ല. മനസ്സിലായില്ലേ? മൂളല് മാത്രമേ ഉള്ളൂ. എനിക്കൊന്നും പറയാല്ല. നിങ്ങൾ ഈ കിടന്ന് എന്താ ആളിയാ അമ്പി. കറക്റ്റ് ബോബു കണ്ണാപ്പി ബാക്കിലോട്ട് ബോബു കണ്ണാപ്പി അങ്ങോട്ട് പോയി. എടാ നിങ്ങൾക്ക് ഇത് എന്തിനാണ് ചെയ്യാനുള്ളത്? നിങ്ങൾക്ക് സോൾവ് ആക്കാനാണോ അതോ ഫയർ ആക്കാനോ? എന്തിനാണ് നിങ്ങൾ ഇന്റൻഷൻ? നമുക്ക് താല്പര്യം ഇല്ലാത്തോണ്ടില്ല. കണ്ണാപ്പി സംസാരിച്ച് നമ്മൾ പറഞ്ഞ താല്പര്യം ഇല്ല. ഇത് സംഭവം ഇത്രേ ഉള്ളൂ. ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് മെയിൻ ആയിട്ട് സീൻ എന്ന് പറഞ്ഞാൽ ഞാൻ തന്തയ്ക്ക് വിളിക്കാൻ വേണ്ടിട്ട് അവന്ന് പറഞ്ഞിട്ടില്ല. മനസ്സിലായോ ബ്രോ? തന്തയ്ക്ക് വിളിച്ച അങ്ങനെയല്ല ബ്രോ. ഇവന്മാരെന്നോട് ചോദിച്ചു എന്തിനാ കൊന്നേ ചോദിച്ചു. അപ്പൊ ഞാൻ റേഡിയോ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ കുണ്ടാ വിളിക്കാൻ വേണ്ടി ഞാൻ അവന്റെ തന്തയാണ് ഞാൻ എന്റെ റേഡിയോയുടെ അകത്ത് ചോദിക്കുന്നത്. അതിപ്പോ നീ ഇപ്പൊ പറഞ്ഞില്ലേ, നേരത്തെ നീ പറഞ്ഞപ്പോ കേട്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞ ഇപ്പൊ കേട്ടില്ലേ? ഇപ്പൊ കേട്ട തന്തയ്ക്ക് വിളിച്ചെന്ന് കേൾക്കുമ്പോഴത്തേക്ക് അങ്ങനെ പറയുന്നത് സെയിം തന്തയ്ക്ക് വിളിക്കുന്നത് തുല്യല്ലേ? നിനക്ക് നീ ആലോചിച്ച് നോക്ക്. ഞാൻ അയാൾ ആദ്യം പറഞ്ഞത് ആലോചിച്ച് നോക്കി. ട്രിഗറിന്റെ പുറത്താണേലും പറഞ്ഞത് ശരിയാണോ തെറ്റാണോ നീ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാനേ ഞാൻ പറഞ്ഞില്ല. അല്ലാതെ ഇത് തെറ്റാണ്. ഇതിലിപ്പോ എന്താണ് ബ്രോ ഇതില് ഡിസിഷൻ എന്താന്ന് നിങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞ നമ്മള് നമ്മുടെ കാര്യം പറയാം. നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല ബ്രോ. ലൈക്ക് പറഞ്ഞല്ലോ അന്ന് അവിടെ വെച്ച് തന്നെ നമ്മൾ സംസാരിച്ച് തീർക്കാൻ നോക്കണം.
അല്ല ഇതിനു മുമ്പ് നമ്മുടെ കൂട്ടത്തില് നീഗൻ എന്ന് പറഞ്ഞ ഒരാൾക്കും അടുത്തും ഇതുപോലെ നിങ്ങളുടെ സൈഡിൽ നിന്നൊരു ഇഷ്യൂ സംഭവിച്ചായിരുന്നു. ലൈക്ക് അത് ഒന്നാമത്തെ കാര്യം വെച്ച് സംസാരിച്ച് തീർത്താണ്. അതാ ഞാൻ പറഞ്ഞ. അല്ലല്ല ഞാൻ പറയും, അത് എടുത്തു പറയുമല്ല. അന്ന് തൊട്ടേ അന്ന് ഞങ്ങള് കൂട്ടത്തിലുള്ളവരോടും പറഞ്ഞതാണ്, അനാവശ്യമായിട്ട് നിങ്ങൾ ഇപ്പം ഇത്രയും നന്നായിട്ട് നിൽക്കുന്ന ഒരു ഫാമിലി ആയിട്ട് വെറുതെ ആവശ്യമില്ലാത്ത ഇതിനൊന്നും പോകണ്ട എന്ന് ഓൾറെഡി പറഞ്ഞതാ. ഇന്നത് ഇന്റൻഷനലി ചെയ്തതല്ല. അറിയില്ലായിരുന്നു അത് നിങ്ങളുടെ കൂടെയുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്ന കേസ്. ബ്രോ ഞാൻ നിങ്ങളുടെ നമ്മുടെ രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ട്. അവര് ചെയ്ത മിസ്റ്റേക്കിന് അവര് സോറി പറയാം, നിങ്ങൾ ചെയ്ത മിസ്റ്റേക്കിന് നിങ്ങൾക്ക് സോറി പറയാൻ പറ്റുമോ? ഓക്കെ, ഞാൻ പറയാം. പുള്ളിക്കാരന്റെ അച്ഛനെ വിളിച്ചതിന് ഞാൻ സോറി പറയുന്നു, അത് ഞാൻ പറയാം. അത് മാത്രമേ പറഞ്ഞുള്ളൂ, വേറെ അവനൊരു ഇഷ്യൂ ഇല്ല. അതേ ഉള്ളൂ. പിന്നെ ബ്രോ ഈ ഫ്രണ്ടി വരുമ്പോ അണ്ണ വിളിക്കുന്നത് അതൊക്കെ എന്ത് ബ്രോ, എന്ത് വർത്തമാനമാണ് അതൊക്കെ? ഏതൊരു ഗ്യാങ്ങിനോട് നമ്മൾ നിങ്ങൾ അങ്ങനെയാണോ ഇത്ര നാൾ കണ്ടോണ്ടിരുന്നത്? അതാന്റെ മിസ്റ്റേക്കാണ്. അത് ഞാൻ വിളിക്കാം. എടാ വന്നേ, ബോബ് ഇങ്ങോട്ട് വന്നേ. അച്ഛനെ വിളിച്ച സിറ്റുവേഷനിൽ ആള് സോറി പറഞ്ഞിട്ടുണ്ട് പുള്ളി. അത് നമ്മുടെ സൈഡിൽ നിന്നുള്ള മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ കൂടെ നിന്നിട്ട് അണ്ണാന്ന് വിളിച്ചിട്ട് മാറി നിന്ന് കുണ്ണാണെന്ന് വിളിക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒന്നും അവര് ചെയ്തിട്ടില്ല ഇതുവരെ. അവര് ചെയ്തിട്ടില്ല, അവരുടെ സൈഡിൽ നിന്ന് അങ്ങനെ അറിയില്ല. അപ്പം പുള്ളി പറഞ്ഞതിനൊരു സോറി പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പം നീ അവരുടെ മുമ്പിൽ വെച്ച് അത് അങ്ങനെ പറഞ്ഞതിന് അവരുടെ അടുത്തും ഒരു സോറി പറഞ്ഞേരെ. അണ്ണ സത്യമായിട്ട് വാസന ഞാൻ സോറി പറയലാണ്. കാരണം ഇമാര് ഇത് ഇന്നൊന്നുമല്ലാണ്, ഇത് നീഗന്റെ സിറ്റുവേഷൻ, കണ്ണാപ്പിയുടെ സിറ്റുവേഷൻ. എല്ലാരും വന്നിട്ട് ഞാൻ അങ്ങനെ പറയണല്ല, എല്ലാരും വന്നിട്ട് ഇങ്ങനെ പറയും. എന്നിട്ട് ഇമാര് അവസാനം വന്നിട്ട് സരക്കൻ അല്ലല്ല ഇത് തീർക്കാൻ എനിക്ക് സോറി പറയാൻ താല്പര്യമില്ല. സീരിയസ് ആയിട്ട് ഞാൻ വേറെ ഞാൻ അടിച്ചു കൊല്ലണ ആവശ്യമില്ലാണ്. അത് സരക്കണ്ണ വന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അടിച്ചു കൊല്ലണം, മനസ്സിലായില്ലേ? ഞാൻ അവിടെ വേറെ ഒന്നും പറഞ്ഞില്ല. ആ ബ്രോ വിളിച്ച പേര് മാത്രമേ ഞാൻ വിളിച്ചുള്ളൂ. കുണ്ടാണ് നല്ല പേര് അറിഞ്ഞിട്ട പേരെന്ന് പറഞ്ഞു. അവന്റെ മൈൻഡ് സെറ്റ് ബ്രോ ഞാനൊരു കാര്യം പറയാം. മെയിൻലി സീൻ എന്ന് പറഞ്ഞാൽ ബ്രോ ഇങ്ങനൊരു ഇതായപ്പോഴത്തേക്കിന് കഴിഞ്ഞ ദിവസം നീഗന്റെ സിറ്റുവേഷനും ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്കിന് കുറച്ച് പേർക്ക് ഫീൽ ബാഡായി. മെയിൻ കാര്യം എനിക്ക് അറിയേണ്ട ഒരു, ഞാൻ അവരുടെ അടുത്ത് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ തന്തയ്ക്ക് വിളിച്ചത് ഭയങ്കര ശോകമാണെന്ന്. അതിന് പുള്ളിയുടെ ഭാഗത്തുനിന്ന് സോറി പറഞ്ഞിട്ടുണ്ട്. അത് ശരി ബ്രോ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ നീഗന്റെ കേസിൽ നീഗൻ എന്തെങ്കിലും പേഴ്സണലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് തന്നെ തീർക്കാം. കാരണം ഇതിങ്ങനെ ഭാവിയിലോട്ട് ഇങ്ങനെ അത് ഞാൻ ഇങ്ങോട്ട് വന്നേ. ഇറങ്ങിയോ? ഇല്ല ബ്രോ, അങ്ങനെ ഒരു ഇതില്ല. ഞാൻ ഒരു കാര്യം ഒന്നുകൂടെ പറയാണ് ബ്രോ. ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ സംസാരിക്കാൻ മെയിൻലി ഇവിടെ വരാനുള്ളൊരു റീസൺ പോലും അവൻ്റെ തന്തയ്ക്ക് വിളിച്ചു എന്നുള്ളൊരു, അതായത് നിങ്ങളെപ്പോലെ ഒരു ഗ്യാങ്ങിൻ്റെ സൈഡിൽ നിന്ന് അവൻ്റെ തന്തയ്ക്ക് വിളിച്ചു എന്ന് പറയണം. അതിന് ബ്രോ ഓൾറെഡി സോറി പറഞ്ഞു. ആൻഡ് അവരിപ്പം അവന്മാർ ശരിക്കും പറഞ്ഞാൽ നല്ല ട്രിഗേർഡായിട്ടിരിക്കുകയാണ്. ഈ ബോബ് കണ്ണാപ്പി നിങ്ങളുടെ അടുത്തുനിന്ന് മാത്രമല്ല, ഇപ്പം എൻ്റെ അടുത്തു നിന്നും സരക്കിൻ്റെ അടുത്തു നിന്നും ഒക്കെ കേട്ട് ഒരുമാതിരി വൃത്തിയായിട്ട രീതിയിലിരിക്കുകയാണ്. അതുകൊണ്ട് ആയിരിക്കും അവൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾ ടി വിയുടെ സൈഡിൽ നിന്ന് ഒരു സോറി. ഇതിൽ കൂടുതൽ വലിച്ചു നീട്ടി ഞങ്ങൾക്ക് എല്ലാവരെയും ഈ പറയണതുപോലെ സിറ്റിയിൽ എല്ലാവരെയും ഒന്ന് പറഞ്ഞ് രണ്ടിന് കയറിയിട്ട് മറ്റേ ഇതാക്കി വെറുപ്പിക്കാൻ വയ്യാത്തതുകൊണ്ടാണ്, കുറച്ച് നല്ല ബന്ധങ്ങൾ കീപ്പ് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഇതാക്കാനുള്ളൊരു ഇത് പറഞ്ഞത്. അതുകൊണ്ട് ടി വിയുടെ സൈഡിൽ നിന്ന് ഒരു സോറി ഇങ്ങനത്തെ ഒരു ഇത് വന്നതിൽ നിങ്ങൾ ചെയ്ത മിസ്റ്റേക്കിന് സോറി പറഞ്ഞതിന് റെസ്പെക്റ്റ്. ഇത് ഇത്രേ ഉള്ളൂ. ഇവിടെ വിട്ടേരെ, ഇതിൻ്റെ മുമ്പിലോട്ട് ഇത് ക്യാരി ഫോർവേഡ് ചെയ്യണ്ട. അല്ല എന്റെ സൈഡിൽ നിന്നുള്ള ഞാൻ പറഞ്ഞു, പുള്ളിക്കാരൻ അങ്ങനെയല്ല റെസ്പോണ്ട് ചെയ്ത്. മനസ്സിലായി. ബ്രോ അത് ട്രിഗേർഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ്. കാരണം അത് ഇനി മുന്നോട്ട് പോകുമ്പോ ആരും ഇതിന്റെ പേര് പിന്നെ ഇല്ല ഞാനത് സംസാരിച്ചോളാം. ഞാൻ നീഗനും ഇതും വരുമ്പോൾ ഞാൻ നിങ്ങളെ ATXനെ ഒരു ദിവസം ഞാൻ വിളിക്കാം. നമുക്കത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് തീർത്തേക്കാം. വെറുതെ മനസ്സിലിട്ടുകൊണ്ട് നടക്കണ്ട. അത് എന്തൊക്കെയോ നിങ്ങളുടെ കൂട്ടത്തിലാണെങ്കിലും നമ്മുടെ കൂട്ടത്തിലാണെങ്കിലും രണ്ടുപേരുടെ സൈഡിൽ കുറച്ച് ആൾക്കാരുടെ മനസ്സിൽ എന്തൊക്കെയോ റോങ് കിടപ്പുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിച്ച് നമുക്കങ്ങ് തീർക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. അത് എങ്ങനെ അങ്ങ് തീരട്ടെ ബ്രോ. ശരി, ലീവ് ചെയ്തു സുരേഷ് വണ്ടി എടുത്ത് ലീവ് ചെയ്തോടുന്നു. എല്ലാവരും ഗ്യാങ് ഹൗസ് കിട്ടോ.